ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞു, യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ ഫഅക്റഹു അൻ യകൂന ലഹു മുജീബ യസീദു സഫാഹതൻ ഫഅസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഇഹ്റാഖു ത്വയ്ബ. എന്നോട് ഒരു സഫീഹ്, ഒരു വിഡ്ഢി, അവൻ എത്ര മോശപ്പെട്ട് പ്രകോപിതനാക്കാൻ എന്നെ അവൻ പരിശ്രമിച്ചാലും ഫഅക്റഹു അൻ യകൂന ലഹു മുജീബ, അവന് മറുപടി കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ മോശപ്പെട്ട വാക്കുകളാൽ എന്നോട് അഭിമുഖീകരിക്കാൻ എത്രയൊക്കെ അവൻ ശ്രമിച്ചാലും അത്ര കണ്ട് ഞാൻ അവനോട് മൗനം പാലിക്കും. ഞാൻ അവനോട് മറുപടി പറയാൻ നിൽക്കില്ല. കാരണം അതിലൂടെ ഫയസീദു സഫാഹത്തൻ, അവൻ്റെ സഫാഹത്ത്, വിഡ്ഢിത്തം വർദ്ധിക്കുകയും വഅസീദു ഹിൽമ, എൻ്റെ വിവേകം കൂടുകയും ചെയ്യും. എത്രത്തോളം കൂടും എന്ന് അദ്ദേഹം പറയാണ്, കഊദിൻ സാദഹുൽ ഇഹ്റാഖു ത്വയ്ബ. ഏതുപോലെ ഈ ഉഊദ് ഒരു മരക്കഷ്ണമാണല്ലോ, നമ്മൾക്ക് സുഗന്ധമായി ഉപയോഗിക്കുന്ന ഉഊദ്. അത് എത്ര കണ്ട് കത്തിക്കുന്നുവോ അത്ര കണ്ട് അതിൻ്റെ ത്വയ്ബ്, അതിൻ്റെ മേന്മ കൂടുകയാണ് ചെയ്യുക, നല്ല സുഗന്ധം വ്യാപിക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായ വാചകമാണ് ഇവിടെ ഓർമ്മ വരുന്നത്. വിശ്വാസികളൊക്കെ അത്തരത്തിൽ ചില സുഗന്ധങ്ങളാകാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. നമുക്ക് നമ്മിലൂടെ ജനങ്ങളിലേക്ക്, സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക്, സൊസൈറ്റിയിലേക്ക് പരക്കേണ്ടത് സുഗന്ധങ്ങളാണ്, ദുർഗന്ധങ്ങളല്ല. ഇപ്പം ഈ ഉഊദിനെ പോലെ, ഈ ഉഊദ് അത് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സുഗന്ധം അത്ര കത്തിക്കുന്നു, അത്ര കണ്ട് അത് പരക്കുമെന്ന് പറയുന്നത് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറഞ്ഞ 4 ഉദാഹരണങ്ങൾ, 4 ആളുകളെ സംബന്ധിച്ചുള്ള 4 ഉദാഹരണങ്ങൾ. അതിലൊന്ന് ഖുർആൻ പഠിക്കുന്ന, അത് പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസി, ഖുർആനിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടം വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസി. അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് കൽ ഉത്റുജ എന്നാണ്. ഉത്റുജ നല്ല മധുരനാരങ്ങയെ പോലെയാണ്. അതിന് നല്ല രീഹുണ്ട്, നല്ല വാസനുണ്ട്. അതേപോലെ തന്നെ തഅമുഹാ ഹൽവൻ, നല്ല മധുരമുണ്ട്. അപ്പോൾ ഖുർആൻ അത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അത് പഠിക്കുന്ന, അത് ആശയത്തോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി മധുരനാരങ്ങ പോലെയാണ്. മധുരനാരങ്ങ ഇപ്പോൾ ഒരാൾ തൊട്ടപ്പുറത്ത് നിന്ന് അതിൻ്റെ തൊലികളിങ്ങനെ തൊലിക്കുമ്പോൾ തന്നെ നമ്മളത് കഴിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ സുഗന്ധം വ്യാപിക്കും. അതുപോലെയാകണം നമ്മൾ. നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നതോടൊപ്പം, അതിൻ്റെ രുചി മധുരമുള്ളതാകുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ സുഗന്ധം എത്തിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ വേറെ ചില ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഖുർആനുമായിട്ടൊരു ബന്ധമില്ല, വിശ്വാസികളും, പക്ഷേ വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ്. പക്ഷെ അവർ ഖുർആനിന് വേണ്ട വിധം പരിഗണന കൊടുക്കുന്നില്ല. അവർ കത്തംർ, കാരക്ക പോലെയാണ്, ഈത്തപ്പഴം പോലെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് എന്താണ്? രീഹൊന്നുമില്ല, അതിന് വാസനയൊന്നുമില്ല, പക്ഷേ അതിന് മധുരമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ മധുരം എടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് അടിച്ച് വീശുന്നേയില്ല. മൂന്നാമത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുനാഫിഖായ മനുഷ്യൻ, കപടവിശ്വാസിയായ ഒരാൾ, അയാൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അയാളുടെ ഉപമ റൈഹാനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഒരു സുഗന്ധമുള്ള ചെടിയെ പോലെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തുളസി പോലെ നല്ല മണം ഉണ്ടാവും അത്, പക്ഷെ അതിൻ്റെ മധുരമല്ല, അതിന് ഒരു പക്ഷെ കയ്പാകാം. അപ്പം അയാൾക്കത് അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടുന്നില്ല. എന്നാൽ അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് ധാരാളം സുഗന്ധം കിട്ടുന്നുണ്ട്. അതൊന്നും കാര്യമില്ല. 2 പറഞ്ഞതും 3 പറഞ്ഞതും കാര്യമില്ല. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഖുർആൻ തീരെ ഓതാത്ത മുനാഫിക്കിനെ പറ്റിയാണ്. അവൻ ഒരു ചെടിയെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് മണവുമില്ല, രുചിയുമില്ല. വിശ്വാസികൾ അവർ യഥാർത്ഥത്തിൽ അവർക്ക് മധുരമുണ്ടാകുന്നതോടൊപ്പം ഓരോ ഇബാദത്തുകളും ഓരോ കർമ്മങ്ങളിലും അവർക്കത് സ്വയം മധുരമുണ്ടാകുന്നതോടൊപ്പം അതിൻ്റെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിയണം. ഇപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, എന്നെ ഒരു വിഡ്ഢി എത്ര കണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഞാൻ യഥാർത്ഥത്തിൽ അയാളോട് അതിന് മറുപടി പറയുകയേ ഇല്ല. ഏതുപോലെ ഈ ഉഊദിനെ കത്തിച്ചാൽ ആ ഉഊദിൽ നിന്ന്
ഒരിക്കലും ദുർഗന്ധമല്ല, സുഗന്ധം തന്നെയാണ് വമിച്ചുകൊണ്ടിരിക്കുക എന്നതുപോലെ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായ വാചകം. മാത്രമല്ല നമ്മളിതിൽ ചിന്തിക്കേണ്ടുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മളോട് സഹവസിക്കുന്ന ആളുകളുടെ മനസ്സെന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ മഹാനവറുകൾ പറയുന്നത് എന്താണ്? സഫാഹത്ത് കേട്ടാൽ അതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടതില്ല. മാത്രമല്ല എത്ര തന്നെ നമ്മൾ പ്രകോപിപ്പിച്ചാലും നമ്മളിൽ നിന്ന് എന്തു മാത്രമേ വരാവൂ? സുഗന്ധം മാത്രമേ വരാവൂ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ വ്യക്തിപ്രഭാവമാണ് നമ്മളെ പലപ്പോഴും വിലയിരുത്തുന്നത്. നമ്മുടെ ആദർശമാകട്ടെ എന്തൊന്നാവട്ടെ, നമ്മളുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അതൊക്കെയും അംഗീകരിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വലിയ ഒരു നന്മയാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കി. സുഗന്ധമുള്ളവരാകണം എന്ന് പറയുമ്പോൾ ഈ സുഗന്ധം, ഈ ഘ്രാണശക്തിക്ക് ഏറെ ഒരു പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുമുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം മകനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു. യൂസുഫ് എന്ന മകനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു യാത്രാ സംഘത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്, ഇന്നി ലാജിദു റിഹ യൂസുഫ്, യൂസുഫിൻ്റെ ഗന്ധം എനിക്ക് കിട്ടുന്നുണ്ട്, യൂസുഫിൻ്റെ ആ ഒരു വാസന എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗന്ധം, സുഗന്ധം എന്നുള്ളത് പ്രതീകാത്മകമായി ഉപയോഗിക്കുക മാത്രമല്ല, അതിൻ്റെ ആ ഒരു അസലിയായ അർത്ഥത്തിൽ തന്നെ ഖുർആൻ പ്രയോഗിച്ച പല പ്രയോഗങ്ങളും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുമ്പോൾ നമ്മൾ സുഗന്ധമുള്ളവരാകണം. നമ്മളെ എത്ര തന്നെ ഏതൊക്കെ വിഷയങ്ങൾ പ്രകോപിപ്പിക്കാൻ പരിശ്രമിച്ചാലും നമ്മളിൽ നിന്ന് വമിക്കേണ്ടത് ദുർഗന്ധമല്ല, നേരെ മറിച്ച് സുഗന്ധമാകട്ടെ എന്ന ഒരു മനോഹരമായ ചിന്തയാണ് ഇന്ന് പീസ് റേഡിയോക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.